ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നൊരു മട്ടൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു വേണ്ടി മട്ടൻ മഞ്ഞൾപ്പൊടിയിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിടുക. അതിലേക്ക് 5 തണ്ട് കറിവേപ്പില ചേർക്കുക. വെളുത്തുള്ളി നന്നായി അരച്ചത് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇഞ്ചി 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. പച്ചമുളക് 3 എണ്ണം മുറിച്ച് ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുന്നതിന് വേണ്ടി കൂട്ടാൻ വേണ്ടി പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പെരിഞ്ജീരകം 1/2 ടേബിൾ സ്പൂൺ ചതച്ചതാണേ അതും ചേർത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. ഞങ്ങൾക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇതിൽ ഞാൻ വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടിയാണ്. ഇതിൽ ഞാൻ ഉലുവായും കറിവേപ്പിലയുടെ വറുത്ത് ചേർത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. നല്ല മണമാണ് ഇതിന്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് നന്നായി കുഴച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേൾക്കുന്നതുവരെയും ലോ ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കുന്നതുവരെയും ഇറച്ചി വേവിക്കുക. വെള്ളം ചേർക്കുകയേ വേണ്ട. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് എയർ പോയി കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇത്ര വെള്ളം കാണും. എന്നിട്ട് അത് കംപ്ലീറ്റ് വറ്റിക്കണം. അത് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 4 ഗ്രാമ്പൂവും ചേർത്ത് ഒരു കൊച്ചു കഷ്ണം കറുവാപ്പട്ട ചതച്ചും കൂടെ ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ വേവിച്ച ഇറച്ചി ഇതിലേക്ക് തട്ടി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തു. കൊച്ചുള്ളി ചതച്ചതാണേ 1/2 കപ്പ്, അത് ഇട്ട് കൊടുക്കുക. അതിൽ ഞാൻ 8 ഏലക്കാട അരിയും കൂടെ ചേർത്താണ് ചതച്ചെടുത്തത്. ഏലക്കാട തൊലി കളഞ്ഞിട്ടാണ് ചതച്ചത്. ഇത് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. പെരിഞ്ജീരകം ചതച്ചത് 1/4 ടീസ്പൂൺ ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നതും കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നതും ഈ വീഡിയോ എടുത്തപ്പോൾ കിട്ടിയില്ല, സോറി. ഇനി ഇത് 25 മിനിറ്റോളം നമ്മൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെയും വീണ്ടും ഇളക്കണ്ട. ഇങ്ങനെ നമ്മളിങ്ങനെ നിന്ന് വേവിച്ചെടുക്കുക. നല്ല മണം, നല്ല എണ്ണയെന്ന് പറയുന്നില്ല, കണ്ടോ. 3 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. മട്ടൻ്റെ കാലൊക്കെ കിടക്കുന്ന കണ്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ.